മാർക്കറ്റിംഗ് കമ്പനികളുടെ ക്ലാസ്സുകളിൽ സ്ഥിരമായി പറയുന്ന ഒരു ഷൂസ് കമ്പനിയിലെ 2 മാനേജർമാരുടെ കഥയുണ്ട്. ഒരു പുതിയ ദ്വീപിലേക്ക് ബിസിനസ് എക്സ്പാൻഷന്റെ ഭാഗമായി തങ്ങളുടെ മാനേജറിൽ ഒരാളെ അയക്കുകയാണ്. അയാൾ അവിടെ നോക്കിയിട്ട് തിരിച്ചു കമ്പനിക്ക് എഴുതി, ഇവിടെ ബിസിനസ്സിന് യാതൊരു സാധ്യതയുമില്ല, കാരണം ഇവിടെ ആരും ഷൂസ് ധരിക്കുന്നില്ല. ഈ ഷൂസ് ധരിക്കാത്ത ആളുകളെ എങ്ങനെയാണ് നമ്മൾ ഷൂസ് കച്ചവടം ചെയ്യുക? അയാൾ മടങ്ങി വന്നു. രണ്ടാമതൊരു മാനേജറെ വീണ്ടും കമ്പനി അയച്ചു. അയാൾ അവിടെ ചെന്നിട്ട് കത്തെഴുതിയത് ഇങ്ങനെയാണ്: ഒരു ലോഡ് ഷൂസുകൾ കയറ്റി അയച്ചുള്ളൂ, കാരണം ഇവിടെ ആരും ഷൂസ് ധരിക്കുന്നില്ല, അവരെ എല്ലാവരെയും ഷൂസ് ധരിപ്പിക്കാൻ നമുക്ക് കഴിയും, നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റ് മാത്രം അവരെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ പറ്റുമെന്നാണ്. ഇത് 2 മാനേജർമാരുടെ 2 മനോഭാവത്തിന്റെ പ്രശ്നമാണിത്. ഒരാൾ ഒരു പ്രശ്നത്തെ പ്രശ്നമായി കണ്ടപ്പോൾ മറ്റേയാൾ ആ പ്രശ്നത്തെ, ആ ചലഞ്ചിനെ ഒരു ഓപ്പർച്യൂണിറ്റി ആയി കണ്ടു, ഒരു വെല്ലുവിളിയെ അവസരമായി കണ്ടു. അങ്ങനെ വെല്ലുവിളിയെ അവസരമായി കണ്ട മനുഷ്യരാണ് ഈ ലോകത്ത് വിജയഗാഥകൾ രചിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കണം. ഒരു പുതിയ വർഷത്തേക്ക് നാം ചുവടുവെക്കാൻ, ഗോൾ സെറ്റ് ചെയ്യാൻ ഇവിടെ ഒരുമിച്ച് ചേരുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഇത്തരമൊരു മനോഭാവത്തെ നമുക്ക് വികസിപ്പിക്കേണ്ടതുണ്ട്. ഒന്നുകിൽ ഈ കഴിഞ്ഞ വർഷം ഒരായുസിലെ ഒരു വർഷം കൂടി കൊഴിഞ്ഞു വീണ് എന്ന് സങ്കടത്തോടെ നമുക്ക് ഓർക്കാം. അല്ലെങ്കിൽ പുതിയൊരു വർഷത്തെ ആവേശത്തോടെ വരവേൽക്കാം. പുതിയൊരു വർഷത്തെ അഭിമുഖീകരിക്കുവാൻ ഞാൻ ജീവിച്ചിരിക്കുന്നുവെന്ന സന്തോഷത്തിൽ, ജീവിതത്തിലെ ഏറ്റവും സുവർണ നാളുകളാക്കി വരുന്ന നാളുകളെ മാറ്റാൻ എനിക്ക് കഴിയുമെന്ന് ആലോചിച്ച് നമുക്ക് മാറ്റാൻ കഴിയും. അപ്പോഴാണ് നമ്മളും ജേതാക്കളുടെ പട്ടികയിലേക്ക് എത്തുക.